നമ്മൾ നരസിംഹപൂരിലാണ് രാത്രി നിന്നത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. ശരി എന്നാ, ഓക്കെ, ബാ പോകാം. നരസിംഹപൂർ കഴിഞ്ഞിട്ട് ആദ്യത്തെ ടോൾ പ്ലാസയാണ്. നമ്മൾ ഇന്ന് രാവിലെ 5 മണിക്ക്, കറക്റ്റ് 5 മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത്. നരസിംഹപൂർ കഴിഞ്ഞു. ഇപ്പം അടുത്ത ടോൾ പ്ലാസ ആദ്യത്തെ 150 രൂപയാണ്. ഇന്ന് രാവിലെ 5 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത്. ഇന്നലെ അതുപോലെ 5 മണിക്ക് തന്നെയാണ് പുറപ്പെട്ടത്. പക്ഷേ 5 മണിക്ക് വരുമ്പോഴേക്ക് ഭയങ്കര ഇരുട്ടാണ്. അതായത് ഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെങ്കിലും അവിടെ എല്ലാം ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടി വരും അന്നേരം. പിന്നെ ഒരുപാട് സ്പീഡിലും ഓടിക്കാൻ പറ്റത്തില്ല. ഇന്നലെ നോക്കിയിട്ടും ഇന്ന് നോക്കിയിട്ടും നമ്മുടെ വഴികളിൽ ട്രക്ക് മാത്രമേ ഉള്ളൂ. അതായത് 99% ട്രക്കേ ഉള്ളു. ഇതുപോലെ കാറുകാരൊക്കെ വളരെ കുറവാണ്. അതായത് 1-2 കാറുകാരൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വഴിയിൽ. അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുകയും ചെയ്യണം. പിന്നെ രാത്രിക്ക് പോരുമ്പോഴേക്ക് അധികം സ്പീഡിൽ ഓടിക്കാതെ അത് നോക്കി വേണം, ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. ഇപ്പോഴിന്നും ഇവിടെ രാവിലെ നല്ല തണുപ്പാണ്. വണ്ടിയിൽ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണമൊക്കെ തണുക്കുന്നുണ്ട്. അത്രയ്ക്ക് തണുപ്പാണ്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോഴേക്ക് നല്ല ചൂടായിരിക്കും. ഇന്നലെയും പകല് മുഴുവൻ നല്ല പൊരിഞ്ഞ ചൂടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ചായ ഒന്ന് കുടിച്ചു, വെറും ചായ മാത്രം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. ഇന്ന് വരെ ഇത്രയും പോന്നതിന് ശേഷം പോലെ ഒരു ഭാഗത്തും കണ്ടില്ല ട്രക്കുകാർ നമുക്ക് സൈഡ് തരാതിരിക്കുമോ. നമ്മൾ ഓണം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ മാക്സിമം സൈഡിലേക്ക് മാറ്റി നമുക്ക് ഒഴിഞ്ഞു തരും. അല്ലാതെ വേറെ വഴിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോരാൻ പറ്റും. ആൾക്കാർ പറയും പോലെ അവിടെ വണ്ടിക്കാർ അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ട്രക്കുകാർ നമ്മളെ കടത്തി വിടുകയില്ല, ഇടതരികയില്ല, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം നല്ല സ്മൂത്താണ്. ഇന്ന് രാവിലെ ആദ്യമായിട്ട് കാണും ഒരു കാറ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ പോണത്. നരസിംഹപൂർ കഴിഞ്ഞ് നമ്മൾ ക്രേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി. ആ വഴിയാണ് ഈ കാണുന്നത്, MP-യിൽ തന്നെ, മധ്യപ്രദേശില്. അപ്പൊ ഈ വഴി എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മൂത്ത് വഴിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നുന്നു. ഏരിയയും എല്ലാം നല്ല നീറ്റായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് നല്ല വഴി, നല്ല രസമാണ് കാണാനും, വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. രണ്ടാം ദിവസത്തെ രണ്ടാമത്തെ ടോൾ ബൂത്താണിത്. ഇപ്പൊ ഏകദേശം 75 കിലോമീറ്റർ പോകുന്നു. ഇതിപ്പോ നമ്മള് സിയോനിക്ക് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നല്ല ഇറക്കമാണ്. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വലതുവശത്തായിട്ട് അങ്ങ് ദൂരെ ഗാവ് പോലെ, വില്ലേജ് പോലെ, നല്ല ടൗൺ പോലെയുള്ള, വില്ലേജ് അല്ല കേട്ടോ, ടൗൺ പോലെ ഒരുപാട് ഏരിയ കാണാം. അവിടെ നല്ല തണുപ്പിന്റെ ഈ പുകമഞ്ഞ് പോലെ കാണുന്നുണ്ട്. വഴിയൊക്കെ ഇവിടെ നല്ല കുഴപ്പമില്ല, ക്ലിയർ ആണ്. അതുപോലെ നല്ല മരങ്ങളും, ഒരുപാട് മരങ്ങളുണ്ട്. ഇലയെല്ലാം പോയി നിൽക്കുവാണ് ചൂടായതുകൊണ്ട്. എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സിയോനി റോഡാണ്. ഈ റോഡിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് പോലും ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോവുക എന്നുള്ളത് പോലും അറിയുന്നില്ല കാറ്. അത്ര അറിയാതെ തന്നെ 100 കിലോമീറ്റർ സ്പീഡ്. ഞാൻ 80 കിലോമീറ്റർ 90 കിലോമീറ്ററിൽ കൂടുതലോ കുറവായിട്ട് അങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. അതല്ലാതെ 100 കിലോമീറ്റർ സ്പീഡ് ഇതുവരെ ഓടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അറിയാതെ തന്നെ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് തന്നെത്താൻ പോവുകയാണ്.
നമ്മൾ അറിയുന്ന പോലും ഇല്ല, അത്ര സ്മൂത്ത് റോഡാണ് ഇവിടെ. ഇതാണ് റോഡ്, നല്ല അടിപൊളി റോഡ്. നമ്മുടെ പുറകെ പോയ ഒരു കാറാണ് ഇത്, റോക്കറ്റ് പോലെ കണ്ടു പോകും. ഞാനിപ്പോൾ 90 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് റോഡാണ്. ഇപ്പം നമ്മൾ രാവിലെ പോന്നിട്ട് ഏകദേശം 110 കിലോമീറ്റർ പോകുന്നു. 7 മണിയായി, 110 കിലോമീറ്റർ പോകുന്നു. സിയോണി എത്തിയിരിക്കുകയാണ്. സിയോണിയും രാംടെക്കിന്റെയും ഇടയ്ക്കായിട്ടുള്ള ഭാഗത്തൊക്കെ പെഞ്ച് നാഷണൽ പാർക്കാണ്. അപ്പൊ ഇവിടെ ധീരെ, അതായത് പതുക്കെ പോകാനായിട്ട് പറയുകയാണ്. അതായത് വന്യമൃഗങ്ങളൊക്കെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ ഓടിപ്പോകാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇച്ചിരി സ്പീഡ് കുറച്ചാണ് ഓടിക്കുന്നത്. ഇവിടെ ഈ മ്ലാവ, മാന, കാട്ടുപന്നി, ഫോക്സ് ഇതൊക്കെ കാണുമായിരിക്കും ഒരുപാട്. പാർക്കിന്റെ ശരിക്കുള്ള സ്ഥലമാണ്. ഇവിടെ 2 സൈഡും അടച്ചു കെട്ടിയേക്കുവാണ്. അനിമൽസ് ഇങ്ങോട്ട് ഓടിക്കയറി വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം. നാഷണൽ പാർക്കിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടൈഗറും ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കുരങ്ങ് വഴി കയറി എന്താണ് കുരങ്ങ്, ഇഷ്ടം പോലെ കുരങ്ങ്. 15ാമത്തെ ടോളാണ് ഈ വന്നേക്കുന്നത്. നാഷണൽ പാർക്കിന്റെ ഏരിയ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയ മുഴുവനും, അതായത് ഇപ്പോൾ ഒരു 10-25 കിലോമീറ്റർ കൂടുതലായെന്ന് വന്ന്, അത് മുഴുവനും ഈ കോൺക്രീറ്റ് റോഡാണ്. അവിടെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ എത്തുമ്പോഴേക്കൊക്കെ വേറൊരു ഒച്ചയാണ് വണ്ടിക്ക്. നമ്മൾ വിചാരിക്കും വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോന്ന്. പല ടൈപ്പിലുള്ള ഒച്ചകളാണ് വരുന്നത്. അന്നേരം എന്തോ മെഷീനിൽ എന്താ കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ടൈപ്പിലുള്ള ഒച്ചയാണ് അന്നേരം വരുന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 18ാമത്തെ ടോളെത്തി. ഇപ്പോഴെത്തിയ സ്ഥലത്ത് നിന്ന് 1 സൈഡ് അമരാവതിക്ക് പോണ വഴിയാണ്. നെക്സ്റ്റ് കട്ട് ഹൈദരാബാദിന് പോകുന്നതാണ്. താഴെയുള്ള വഴിയിൽ കൂടി വേണം നമ്മൾ പോകാനായിട്ട്. അമരാവതിക്കുള്ള റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തോട്ടാണ് പോണത്. നന്നായിട്ട് എഴുതി, നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വലിപ്പത്തിൽ, അമരാവതിക്ക് പോണ വഴിയും ഹൈദരാബാദിന് പോണ വഴിയും. ഇതൊരു 10-500 മീറ്റർ ചെന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ വേറൊരു ഹൈവേയിലേക്ക്, നല്ലൊരു ഹൈവേയിലേക്കാണ് കയറുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഇത് 21ാമത്തെ ടോൾ പ്ലാസയാണ്. 10-80 കിലോമീറ്ററോളം ഈ വഴി റിപ്പയർ ചെയ്ത ടൈപ്പിലുള്ള വഴിയായി. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അങ്ങനെ മടുത്തു പോകും. അത് കുഴപ്പമില്ലെങ്കിലും റിപ്പയർ ചെയ്ത ടൈപ്പിലുള്ളതും കുഴി പോലെയുള്ളതും, വലിയ കുഴികളല്ല, അങ്ങനെയുള്ള വഴിയായിരുന്നു. ഇപ്പോൾ ഒരു നല്ല വഴിയിലേക്ക് എത്തി. ഒരു 5-6 കിലോമീറ്റർ ആയിട്ട് നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇവിടെ മുതൽ തെലങ്കാന സ്റ്റാർട്ടായി. ഇവിടെ തെലങ്കാന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ട്രക്കൊക്കെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളായിരുന്നു. നമ്മുടെ വണ്ടിയൊന്നും ചെക്ക് ചെയ്തില്ല. അതിനിപ്പുറത്ത് വേറൊരു ലൈനിൽ കൂടി നമ്മളിങ്ങനെ കയറി പോകും. അവിടെ ആരും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പുറത്തെ ട്രക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തെലങ്കാന പോലീസ്. ഇരുപത്തിരണ്ടാമത്തെ ടോൾ പ്ലാസ എത്തി. പൊട്ടെ 1890 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഓടിക്കാറുള്ളൂ. 95% 1890 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിച്ചത്. ഇതുവരെ വണ്ടി നല്ല സ്മൂത്തായിട്ട് സേഫായിട്ട് ഓടുന്നു. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനത് നമ്മൾ ടയറുകളിൽ കാറ്റടിച്ചപ്പോഴേക്ക് ഫ്രണ്ടിലെ ടയറിനൊക്കെ 35 ആണ് അടിച്ചത്. പുറകിലത്തെ ടയറിന് രണ്ടിലും 33. പക്ഷെ വണ്ടി ഓടി 400-500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിൽ
മുമ്പിലത്തെ ടയറിന് 35 എന്നുള്ളത് 40 പുറകിലത്തെ ടയർ 33 എന്നുള്ളത് 37 അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇത് പ്രഷർ കൂടും. അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ ഒരിക്കലും അടിച്ചുകൊണ്ട് പോകരുത്. ഫ്രണ്ടിലെ ടയറിന് ഇച്ചിരി കൂടുതൽ അടിക്കണം, ബാക്കിലെ ടയറിന് കുറവടിക്കണം. സാധാരണ പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ 35 അല്ലെങ്കിൽ 34 ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നേരെ അടിച്ചു വിടും അവന്മാർ, എല്ലാത്തിനും ഒരേ കണക്ക്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് വീർത്തിട്ടത് പൊട്ടാനും അങ്ങനെയുള്ള ചാൻസൊക്കെ, കേടുള്ള ടയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇങ്ങനെ ഓടിച്ചു പോകുന്ന ലോങ് റൂട്ടൊക്കെ പോകുന്ന സമയത്ത്. ഇനി അടുത്ത മെയിനായിട്ടുള്ള ടൗണാണ് നിർമ്മൽ എന്ന് പറഞ്ഞത്. അതാണ് തെലങ്കാനയിൽ കയറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു സ്ഥലം വരുന്നതാണ് നിർമ്മൽ. ഇനി ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്ററോളം ഉണ്ട്, 20 കിലോമീറ്ററോളം ഉണ്ട് നിർമ്മലിന്. ഇപ്പം നിർമ്മലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നത് ചോളമാണ്. ഇത് വഴി സൈഡിലാണ് ഉണക്കാനിടുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. രാവിലെ ഉണക്കാനിടും, വൈകുന്നേരം ഇതെല്ലാം ചാക്കിൽ വണ്ടിക്ക് കയറ്റി വിടുവാണ്. കണ്ടില്ലേ? ഇപ്പോൾ സമയം 4:30 മണിയായി. ഞങ്ങളിപ്പോൾ കാമറഡ്ഡി എത്തി. കാമറഡ്ഡി 24ാമത്തെ ടോളാണിത്. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായി. ഞങ്ങളിപ്പോൾ ഹൈദരാബാദ് എത്തി. നമ്മൾ ഹൈദരാബാദ് ഹൈവേ കൂടി പോവുകയാണെങ്കിൽ ഹൈദരാബാദ് കയറാതെ കറങ്ങിയാണ് നമ്മൾ പോണത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ചാർമിനാർ ഒന്ന് കാണണമെന്ന് വെച്ച് ഹൈദരാബാദിന്റെ നടുക്കൂടി സെൻറ്ററിൽ കൂടി കട്ടടിച്ച് നേരെ സെൻറ്ററിൽ കൂടി പോവുകയാണ്. ഇപ്പം അതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചാർമിനാർ എത്തും. അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ റോഡിൽ തന്നെ വീണ്ടും തിരിച്ചു. സിറ്റിയും അങ്ങനെയുള്ള സ്ഥലത്ത് എല്ലായിടത്തും ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വൈകുന്നേര സമയമായതുകൊണ്ട് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയം. നമ്മൾ ചാർമിനാറിലെത്തി. ചാർമിനാറിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേക്ക് നമ്മുടെ ഈ ഇതിൻ്റെ മുൻപ് ഭാഗത്ത് തന്നെയായിട്ട് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ അവിടെ കയറി വണ്ടി പാർക്ക് ചെയ്ത ശേഷമാണ് ഞങ്ങളിങ്ങനെ വരുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. നമ്മുടെ ചാന്ദിനി ചൗക്കൊക്കെ പോലെ അത്രയ്ക്ക് തിരക്കാണ്. നിങ്ങൾ പോയി എൻ്റെ ഷോർട്സ് വീഡിയോകൾ കാണുക. അതിൻ്റെ ഡൽഹി ടു കേരള ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്സ് കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്. അത് കണ്ട് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻസും എഴുതുക. എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ചാർമിനാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെയാണ് റൂം എടുത്തത്, ഹോട്ടൽ അപൂർവ. ഇനി രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഒരുപാട് താമസിച്ചാണ് വന്നത്. ഞങ്ങൾ ഇവിടെ ചാർമിനാറൊക്കെ കണ്ടു. അത് ഹൈദരാബാദ് ടൗണിന് നടക്കായതുകൊണ്ട് ഭയങ്കര തിരക്കുള്ള ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് താമസിച്ചു പോയി. പിന്നെ പെട്ടെന്ന് ഇവിടെ എയർപോർട്ടിനടുത്ത്, രാജീവ് ഗാന്ധി എയർപോർട്ടിനടുത്തുള്ള ഒരു AC റൂം ഞങ്ങൾ എടുത്തു. ഇവിടെ AC റൂമിന് 2000 രൂപയായിരുന്നു ചാർജ്.